ഓൾ ഈസ് ഗുഡ്, എവ്രിതിങ് ഈസ് ഗുഡ്. ഈ രണ്ട് സെൻറ്റൻസുകളിൽ ഏതാണ് കറക്റ്റ്? ഇനി രണ്ടും കറക്റ്റാണോ? എന്തായാലും ഈ രണ്ട് സെൻറ്റൻസിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. അങ്ങനെ മീനിങ് ഒന്ന് തന്നെയാണെങ്കിൽ പിന്നെ ഇത് രണ്ടും മാറി മാറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് സംശയം വരുന്നത്. അതിനൊക്കെയുള്ള ആൻസർ നമ്മുടെ ഈ ടോപ്പിക്കിൽ നിന്നും, നമ്മുടെ ഈ ലെസണിൽ നിന്ന് കിട്ടും. അപ്പോൾ ചില റൂൾസ്, ഇതുമായി ബന്ധപ്പെട്ട ചില ഗ്രാമർ റൂൾസ് നമുക്ക് നോക്കാം. ഇത് സാധാരണ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ലേണേഴ്സിന് ഒന്നും മിസ്റ്റേക്ക് വരുന്ന കാര്യം അല്ല. ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ലേണേഴ്സിന് ഇത് ഒരു മിസ്റ്റേക്ക് വരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓൾ, എവരിതിങ് ആൻഡ് എവരി വൺ. ഓൾ എന്ന് ഉപയോഗിക്കുന്നത് ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഓൾ എന്ന് കഴിഞ്ഞിട്ട് ഒരു നൗൺ വരേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, ഓൾ ദ സ്റ്റുഡൻസ്, ഓൾ ദ ടീച്ചേഴ്സ്, ഓൾ ദ ബെഞ്ചസ്, ഓൾ ദ ക്ലാസ് റൂംസ്, ഓൾ മൈ ഫ്രണ്ട്സ്. ഓൾ കഴിഞ്ഞിട്ട് ഒരു നൗൺ അല്ലേ വന്നത്? അങ്ങനെയാണ് റൂൾ. ഓൾ കഴിഞ്ഞിട്ട് വരുന്ന ആ ഗ്രൂപ്പിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എവരിതിങ് അതുപോലെ എവരി വൺ എന്ന് പറയുമ്പോൾ അത് വളരെ വ്യത്യസ്തമാണ്. ഓൾ കഴിഞ്ഞിട്ട് ഒരു നൗൺ വേണം എന്നുള്ളത് പോലെ എവരിതിങ് അതുപോലെ എവരി വൺ കഴിഞ്ഞിട്ട് ഒരു നൗണിൻ്റെ ആവശ്യം ഇല്ല. കാരണം ഇതും ഒരു ഗ്രൂപ്പിനെ പറ്റി തന്നെയാണ് പറയുന്നതെങ്കിലും ആ ഗ്രൂപ്പ് ഓൾറെഡി എവരിതിങ് എവരി വൺ എന്ന വാക്കുകളിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നു. അതിനകത്ത് തന്നെ അതുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യം ഇല്ല. എവരിതിങ് ഈസ് റെഡി, അവിടെ ഒരു നൗൺ ഇല്ലല്ലോ. എവരിതിങ് ഈസ് റെഡി എന്നാണ് പറയുന്നത്. എവരിതിങ് ദ ഫുഡ് ഈസ് റെഡി എന്ന് പറയുന്നുണ്ടോ? ഇല്ല. എവരിതിങ് ഈസ് റെഡി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായി. എവരി വൺ പാസ് ദി എക്സാം, കറക്റ്റ് സെൻറ്റൻസ് ആണ്. അതേസമയം എവരി വൺ ദ സ്റ്റുഡൻസ് പാസ് ദ എക്സാം എന്ന് പറയേണ്ടതുണ്ടോ? ദ സ്റ്റുഡൻസ് എന്ന് അവിടെ ആവശ്യമില്ല. എവരി വൺ പാസ് ദ എക്സാം. എവരി വൺ ലിവ്സ് അബ്രോഡ്. എവരി വൺ മൈ ഫ്രണ്ട്സ് ലിവ്സ് എബ്രോഡ് എന്ന് പറയേണ്ടതുണ്ടോ? ഇല്ല. എവരി വൺ ലിവ്സ് എബ്രോഡ്, എല്ലാവരും വിദേശത്താണ് താമസിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു നാച്ചുറൽ ഇംഗ്ലീഷിൽ ഓൾ ഈസ് റെഡി എന്ന് പറയുമ്പോൾ അത് ഒരു ശരിയായ സെൻറ്റൻസ് അല്ല. കാരണം ഓൾ കഴിഞ്ഞിട്ട് ഒരു നൗൺ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു നൗൺ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എവരിതിങ് ഈസ് റെഡി എന്നാണ് പറയേണ്ടത്, ഓൾ ഈസ് റെഡി എന്നല്ല. ഓൾ ദ ഫുഡ് ഈസ് ഗോൺ, സ്പെസിഫിക്കലി ആ ഫുഡിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഓൾ ദ ഫുഡ് ഈസ് ഗോൺ. എവരിതിങ് ഈസ് ഗോൺ എന്ന് പറയുമ്പോൾ അവിടെ ദ ഫുഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എവരിതിങ് ഈസ് ഗോൺ. അപ്പോൾ അത് ജനറൽ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. ഒരു ഗ്രൂപ്പിനെ പറ്റി മെൻഷൻ ചെയ്യുന്നു, പക്ഷേ ആ ഗ്രൂപ്പ് അതിൻ്റെ ആ നൗൺ അവിടെ പറയേണ്ട കാര്യം ഇല്ല എവരിതിങ് ഉപയോഗിക്കുമ്പോൾ. എവരിതിങ് എന്ന് പറയുമ്പോൾ ഓൾ ദ തിങ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഓൾ എന്ന വാക്കും ഹോൾ എന്ന വാക്കും നോക്കാം. അത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു കാര്യത്തിൻ്റെ മുഴുവനായിട്ടും ഒരു കാര്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും 100% ഓഫ് സംതിങ് എന്ന് പറയുമ്പോഴാണ് ഓൾ ഉപയോഗിക്കുന്നതും ഹോൾ ഉപയോഗിക്കുന്നതും. പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് എന്ന് മാത്രം. അത് ഫോക്കസ് ചെയ്യുന്നത്, ഓൾ ഫോക്കസ് ചെയ്യുന്നതും അതുപോലെ ഹോൾ ഫോക്കസ് ചെയ്യുന്നതും ഡിഫറൻ്റ് ആയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഓൾ ദ ചിൽഡ്രൻ വേർ ലാഫിങ്. ഓൾ ദ ചിൽഡ്രൻ വേർ ലാഫിങ്. ഇവിടെ ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികളും, ഓരോ കുട്ടികളും ആണ്, എല്ലാവരും ചിരിക്കുകയായിരുന്നു. ഓൾ ദ ചിൽഡ്രൻ വേർ ലാഫിങ്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉൾപ്പെടുത്തി അവിടെ. ഷീ സ്പെൻഡ് ഓൾ ദ മണി എന്ന് പറയുമ്പോഴോ മണി എത്രയുണ്ടോ അത് മുഴുവനും. അവൾ ചെലവഴിച്ചു. ഷീ സ്പെൻഡ് ഓൾ ദ മണി. ഒരു പൈസ പോലും ഇല്ലാതെ എല്ലാം ചെലവഴിച്ചു എന്നാണ് ഓൾ ദ മണി എന്ന് പറയുമ്പോൾ. പക്ഷേ ഹോൾ എന്ന് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു കംപ്ലീറ്റ് തിങ് തന്നെയാണെങ്കിലും, മുഴുവനായിട്ടും ഒരു കാര്യം അങ്ങനെയാണെങ്കിലും ഒരു വൺ സൈഡ് ടു അതർ, അതല്ലെങ്കിൽ ഫ്രം ബിഗിനിങ് ടു എൻഡ്, അങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഹോൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് എ ഹോൾ, അതല്ലെങ്കിൽ ദ ഹോൾ. അത് കഴിഞ്ഞിട്ട് എന്ത് കാര്യത്തെ പറ്റിയാണ് പറയുന്നത് അത്, ആ ഒരു തിങ്. എ ഹോൾ ഓർ ദ ഹോൾ പ്ലസ് തിങ്. വി വാച്ച്ഡ് ദ ഹോൾ മൂവി.
വി വാച്ച്ഡ് ദ ഹോൾ മൂവി. ആ മൂവി മുഴുവൻ ഞങ്ങൾ വാച്ച് ചെയ്തു എന്നാണ്. മുഴുവൻ എന്ന് പറയുമ്പോൾ ഫ്രം ബിഗിനിങ് ടു എൻഡ്, ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് എന്നാണ്. തുടക്കം മുതൽ അവസാനം വരെ കണ്ടു എന്നാണ്. ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. ഷീ റെഡ് ദ ഹോൾ ബുക്ക് ഇൻ വൺ ഡേ. അവൾ ആ ബുക്ക് മുഴുവൻ ഒരു ദിവസം കൊണ്ട് വായിച്ചു എന്നാണ്. ദ ഹോൾ ബുക്ക് എന്ന് പറയുമ്പോൾ ബുക്കിൻ്റെ ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ വായിച്ചു എന്നാണ്. ഹീ സ്റ്റേഡ് ഹോം ദ ഹോൾ ഡേ. ഒരു ദിവസം മുഴുവൻ അവൻ വീട്ടിൽ സ്റ്റേ ചെയ്തു, അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. ഹീ സ്റ്റേഡ് ഹോം ദ ഹോൾ ഡേ. അപ്പോൾ ആ ഡേ മോർണിംഗ് മുതൽ രാത്രി വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, വേറെ എങ്ങും പോയിട്ടില്ല എന്നാണ് അതിനർത്ഥം. ദ ഹോൾ ഡേ. ഐ വാസ് സോ ഹംഗ്രി ഐ ഏറ്റ് എ ഹോൾ പിസ്സ. അതായത് ഒരു പിസ്സ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഞാൻ കഴിച്ചു എന്നാണ്. എ ഹോൾ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരു സ്ലൈസോ അതല്ലെങ്കിൽ 2 സ്ലൈസസോ അല്ല, ഫുള്ളായിട്ട് കഴിച്ചു, മുഴുവൻ കഴിച്ചു. അപ്പോൾ അവിടെ എ ഹോൾ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വാച്ച്ഡ് ദ ഹോൾ സീരീസ്. ഇവിടെ ആ സീരീസിൻ്റെ മുഴുവൻ കണ്ടു എന്ന് പറഞ്ഞാൽ എല്ലാ എപ്പിസോഡ്സും കണ്ടു. ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ലാസ്റ്റ് എപ്പിസോഡ് വരെ എല്ലാം കണ്ടു എന്നാണ്. ഐ വാച്ച്ഡ് ദ ഹോൾ സീരീസ്. അതിനർത്ഥം ഐ വാച്ച്ഡ് ഓൾ ദ എപ്പിസോഡ്സ്. അപ്പോൾ ദ ഹോൾ അതുപോലെ ഓൾ, ഇത് രണ്ടും മീനിങ് മനസ്സിലായല്ലോ. ഇനി എൻറ്റയർ എന്ന ഒരു വാക്ക് ഉണ്ട്. എൻറ്റയർ. എൻറ്റയർ എന്ന് ഉപയോഗിക്കുന്നതും ദ ഹോൾ എന്ന് ഉപയോഗിക്കുന്നതും സെയിം മീനിങ് തന്നെയാണ്. പക്ഷേ എൻറ്റയർ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് വരുന്നു, കുറച്ചുകൂടി അതിന് എംഫസിസ് വരുന്നു, കുറച്ചത് സ്ട്രെസ് ചെയ്തിട്ട് പറയില്ലേ. അപ്പോൾ നമുക്ക് എൻറ്റയർ ഉപയോഗിക്കാം. ഐ ഏറ്റ് ദ എൻറ്റയർ പിസ്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹോൾ പിസ്സ എന്ന് പറയുന്നത് പോലെ തന്നെയാണത്. പക്ഷെ എൻറ്റയർ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു സ്ട്രെസ് വന്നു. ഫുള്ളായിട്ട് കഴിച്ചു എന്നുള്ള ഒരു മീനിങ്, അതിന് നമ്മൾ കുറച്ച് സ്ട്രെസ് കൊടുക്കുന്നു. ഐ കാൺട്ട് ബിലീവ് ഷീ റെഡ് ദ എൻറ്റയർ ബുക്ക് ഇൻ വൺ ഡേ. ഇൻ വൺ ഡേ എന്ന് പറഞ്ഞാൽ ഫുൾ ബുക്ക് മുഴുവനായിട്ട് ആ ബുക്ക് ഒരു ദിവസം കൊണ്ട് അവൾ വായിച്ചു എന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനി ഹോൾ ഓഫ് എന്നും കാണാറുണ്ട്, പക്ഷെ അത് നോർമലായിട്ട് അത് അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു ഫ്രേസ് ആണ് ഹോൾ ഓഫ്. സാധാരണ ഹോൾ ഉപയോഗിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആണ് വരുന്നത്. ദ ഹോൾ ബുക്ക്, ദ ഹോൾ മൂവി, ദ ഹോൾ സിറ്റി വാസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. സിറ്റി മുഴുവൻ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ദ ഹോൾ സിറ്റി, ദ ഹോൾ ഓഫ് ദ സിറ്റി എന്ന് പറയില്ല, ദ ഹോൾ സിറ്റി. സാധാരണ അത് കോമൺ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. ദ ഹോൾ സിറ്റി എന്ന് പറയാം. പക്ഷേ നമ്മൾ ഹോൾ ഓഫ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു പ്രോനൗൺ വരാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഹോൾ ഓഫ് ഉപയോഗിക്കണം. ദ ഹോൾ ഓഫ് ഇറ്റ്, ഇറ്റ് എന്ന ഒരു പ്രോനൗൺ വന്നു അവിടെ. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉള്ളത്, ഓൾ എന്നത് ഒരു പ്രോനൗൺ ആയിട്ട് നമുക്ക് ഓൾ ക്യാൻ വർക്ക് ആസ് എ പ്രോനൗൺ. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് പറയുന്ന കാര്യത്തെപ്പറ്റി പറയുന്ന ആ നൗൺ ഏതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ നമുക്ക് ഓൾ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഓൾ വെർ ഹാപ്പി എന്ന് പറയുമ്പോൾ ഓൾ, ആ കേൾക്കുന്ന ആൾക്കറിയാം ഈ ഓൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അത്തരം കോണ്ടെക്സ്റ്റുകളിൽ ഓൾ വെർ ഹാപ്പി വിത്ത് ദ റിസൾട്ട് എന്ന് പറയാം. അവിടെ നമ്മൾ മീൻ ചെയ്യുന്നത് ഓൾ ദ സ്റ്റുഡൻസ് എന്നാണ്, അതുകൊണ്ട് അങ്ങനെ പറയാം. നമ്മൾ സാധാരണ ഇമെയിൽസ് ഒക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കില്ലേ, ഐ ഹോപ്പ് ഓൾ ഈസ് വെൽ. ഓൾ ഈസ് വെൽ, എന്താണ് അവിടെ ഓൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആ ഇമെയിൽ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അറിയാം, ആ കിട്ടുന്ന ആൾക്ക് അറിയാം എന്താണ് ഓൾ എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട്. അതായത് ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് തന്നെയല്ലേ പോകുന്നത്, എല്ലാം സുഖമായിട്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ, എല്ലാ കാര്യങ്ങളും നല്ലതായിരിക്കുന്നല്ലോ എന്നർത്ഥത്തിലാണ്. ഐ ഹോപ്പ് ഓൾ ഈസ് വെൽ, അവിടെ ഓൾ എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ അത് അറിയാം എന്താണ് അവിടെ ഓൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് എന്നാണത്. ഇനി ഓൾ ഓഫ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോനൗൺ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഓൾ ഓഫ് ദം, ഓൾ ഓഫ് അസ്, ഓൾ ഓഫ് യു. ഓൾ ഓഫ് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഓൾ ഓഫ് യു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ആ ഗ്രൂപ്പിൽ എല്ലാവരും എന്ന അർത്ഥമാണ്.
ഓൾ ഓഫ് ദം എന്ന് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലെ എല്ലാവരും, ഓരോരുത്തരും. ഓൾ ഓഫ് അസ് എന്ന് പറയുമ്പോൾ നമ്മളിലെ എല്ലാവരും, നമ്മൾ ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിലെ ഓരോരുത്തരും. ഓൾ ഓഫ് അസ് എൻജോയ്ഡ് ദ മൂവി. എല്ലാവരും, ഞങ്ങൾ എല്ലാവരും ആ മൂവി എൻജോയ് ചെയ്തു. അപ്പോൾ ഓരോരുത്തരും എൻജോയ് ചെയ്തു എന്നാണ്. ഒരു സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓൾ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ദേ എൻജോയ്ഡ് ദ പാർട്ടി. ദേ ഓൾ എൻജോയ്ഡ് ദ പാർട്ടി. അങ്ങനെ പറയാം. സബ്ജക്റ്റ് ദേ ആണ്, അത് കഴിഞ്ഞിട്ട് ഓൾ ഉപയോഗിച്ചു. ദേ ഓൾ എൻജോയ്ഡ് ദ പാർട്ടി. വി ഓൾ നോ ദ ആൻസർ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ആൻസർ, അതിൻ്റെ ആൻസർ അറിയാം. വി നോ ദ ആൻസർ എന്ന് പറയുന്നത് പോലെയല്ല വി ഓൾ നോ ദ ആൻസർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കൂടുതൽ ഒരു എംഫസിസ് കൊടുക്കുകയാണ്. വി ഓൾ എൻജോയ്ഡ് ദ പാർട്ടി. ആ എല്ലാവരും, ഞങ്ങൾ ഓരോരുത്തരും അത് ചെയ്തു, എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് പറയുന്നതിനാണ് വി ഓൾ എൻജോയ്ഡ് ദ പാർട്ടി, വി ഓൾ എൻജോയ്ഡ് ദ മൂവി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓൾ ഈസ് ഗുഡ് എന്ന് പറയുന്നതും എവറിത്തിങ് ഈസ് ഗുഡ് എന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. ഓൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു നൗൺ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കണം. എവറിത്തിങ് ആണെങ്കിൽ അങ്ങനെ വേണ്ട. അപ്പോൾ എവറിത്തിങ് ഈസ് ഗുഡ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതേസമയം ഓൾ ഉപയോഗിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്ക് അത് എന്താണ് ഈ ഓൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ ഉപയോഗിക്കാം. ഓൾ ഈസ് ഫൈൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സെയിം എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. അപ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ ഒരു സാധാരണ സിറ്റുവേഷനിൽ എവറിത്തിങ് ഈസ് ഗുഡ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. അപ്പോൾ നോർമലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് എവറിത്തിങ് ഈസ് ഗുഡ് എന്ന് തന്നെയാണ്. ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു.